അത് വരിക കറക്റ്റ് കിട്ടണമെങ്കിൽ നിഷാ മിസ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടേ അറിയുള്ളൂ. നിഷാ മിസ് ആണ് എല്ലാം ഒരു നല്ലൊരു ഇത് എന്നാ പറഞ്ഞു തരുന്നത്. അതൊന്നാരെല്ലാം ചോദിച്ചൊന്ന് ക്ലിയർ ചെയ്യണേ. അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ളത് വെച്ച് എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനും പാടായിരിക്കും, നോർമൽ ഇതായിരിക്കുമല്ലോ. അപ്പൊ അതാരെല്ലാം ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യണോട്ടോ. ഓക്കെ. മിസ് വന്നോ? Good morning, all. Good morning. Good morning. Discussion എന്തൊക്കെയാ? ഡൗട്ടുകൾ എന്തൊക്കെയാ? എന്താണ് ഡൗട്ട്സുകൾ? കുറെ ഡൗട്ട്സുകൾ പറയുന്നുണ്ടായല്ലോ. മിസ്സേ, മൊഡ്യൂളില് ഞങ്ങൾക്ക് ഇത് തന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. എന്താണ് വ്യത്യാസം? ഒരു മിനിറ്റ്. ഇത് ഏതാ മിസ്? ഏതാ ടീച്ചേഴ്സ്? ഞാൻ അത് ചോദിച്ചോണ്ടിരിക്കുക. മിസ്സാണോ? ഞാൻ വാഹിദ മിസ്. വാഹിദ മിസ്സിനെ കാണുന്നില്ല. ഇതുവരെ മിസ്സിനെ കാണുന്നില്ല. ഹലോ, ഡൗട്ട്സ് എന്തൊക്കെയാ? ഡിസ്കഷൻ നടത്തുന്നുണ്ടായല്ലോ. എന്തൊക്കെയായിരുന്നു ഡൗട്ട്സുകള്? ഡൗട്ട്സ് ഇല്ലായിരിക്കും? അഞ്ജലി എന്തൊക്കെയായിരുന്നു ഡൗട്ട്സുകൾ? ഒന്ന് പറഞ്ഞേ. എനിക്ക് ഡൗട്ടൊന്നുമില്ല മാം. മിസ്, അതെ പറയാം. അതെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ആതിര മിസ് എടുത്ത ചാപ്റ്റർ ഞങ്ങൾക്ക് PDF വന്നത് ചാപ്റ്റർ 20 ആണ്. മിസ് എടുത്ത ചാപ്റ്റർ 18 ആണ്. അവിടുത്തെ ഇത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ചാപ്റ്റർ എല്ലാം അല്ല, അപ്പൊ അതിനകത്ത് ഓക്കെ, അതിനകത്ത് എന്ത് മോഡ്യൂൾസിലും എന്ത് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോ സിസ്റ്റത്തിലുള്ളതനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ സെയിം PDF അല്ല തന്നേക്കണത്. അപ്പൊ അതെന്താണെന്നും ചോദിച്ചതാ. ഓക്കെ, നമ്പർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മൊഡ്യൂൾസ് നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ്. ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോഴാണ് എക്സാം വരുന്നത്. മിസ് എടുത്ത പേരെന്താ? ഇപ്പൊ എടുത്ത മൊഡ്യൂളിന്റെ പേരെന്താ? ബ്ലഡ് ബാങ്ക് ചാപ്റ്റർ 20. ഞങ്ങളിൽ തന്നത് ചാപ്റ്റർ 20 ബ്ലഡ് ബാങ്ക് ആണ്. മിസ്സിന്റെ ചാപ്റ്റർ 18 നിങ്ങളുടെ കയ്യിലിരിക്കുന്ന PDF ബ്ലഡ് ബാങ്ക് അല്ലേ? ചാപ്റ്റർ 20. ചാപ്റ്റർ 20 കാണിക്കുന്ന അത്ര. അതാ ചോദിച്ചതേ. ചാപ്റ്ററിന്റെ നമ്പർ വിട്ടേക്ക്. നമ്പർ വേണ്ട, ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുക. ഓക്കെ, ബ്ലഡ് ബാങ്ക് അല്ലേ എടുത്ത ചാപ്റ്റർ? അതെ. ഓക്കെ, അപ്പൊ അവിടെ ക്ലിയർ ആയോ ആ കാര്യം? ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോ നിങ്ങൾക്ക് 35 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ചാപ്റ്ററിന്റെ പേരുകൾ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരുകൾ അവർ വന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ 1 തുടങ്ങി 35 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളത്. അത് കഴിയുമ്പോഴാണ് നമുക്ക് എക്സാം. ഓക്കെ, അപ്പൊ 35 ചാപ്റ്റേഴ്സ് ഈ പറയുന്ന 4 ടീച്ചേഴ്സ് ആണ്. ഇവിടെ 6 ടീച്ചേഴ്സ് എന്നൊക്കെ വന്ന് പറഞ്ഞു എന്ന് ഇപ്പൊ മിസ് വന്ന് പറഞ്ഞു. 6 ടീച്ചേഴ്സ് എവിടെ നിന്ന് എനിക്ക് മനസ്സിലായില്ല. 4 ടീച്ചേഴ്സ് പ്ലസ് ഇംഗ്ലീഷിന്റെ 5th ടീച്ചർ. 5 ടീച്ചേഴ്സ് ആണ് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് കയറി പോകുന്നുള്ളൂ. ലാസ്റ്റ് ഈ കഴിഞ്ഞ വീക്കില് എത്ര ടീച്ചേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് കയറി പോയോ അതായിരിക്കും നിങ്ങളുടെ പുതിയ ടൈം അനുസരിച്ചുള്ള ടീച്ചേഴ്സ് വരുന്നത്. അല്ലാതെ വേറെ ആരുമില്ല കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചേഴ്സ് വന്നിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ ആഴ്ച ടീച്ചേഴ്സ് എങ്ങനെ വന്നു പോയോ ആ 4 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മൊഡ്യൂൾസ് എടുക്കാനായിട്ട്. അതായത് നിങ്ങളുടെ ടോപ്പിക് എടുക്കാൻ വരുന്നത്. ഒരു ടീച്ചർ ഇംഗ്ലീഷ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. യെസ് മാം. ഓക്കെ, താങ്ക് യു. Yes, ma'am.
ക്ലിയർ ആയോ? നമ്പേഴ്സ് നോക്കണ്ട, ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട, നിങ്ങൾക്ക് ആ നെയിം നോക്കിയാൽ മതി, ചാപ്റ്ററിന്റെ നെയിം. ഞാനിപ്പോ എടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, മിസ് എടുക്കുന്ന ബ്ലഡ് ബാങ്ക് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ. നമുക്ക് ഞാൻ ക്ലാസ് തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ക്ലാസ് തുടങ്ങുന്നത്? ഓൺ മ്യൂട്ട് ചെയ്തിട്ട്. അപ്പൊ ലാസ്റ്റ് 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ടൈം തരാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട്. ചാപ്റ്ററിന്റെ നമ്പർ ഞാൻ എടുക്കുന്നത് ചാപ്റ്റർ 6 ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെ എടുത്തോ? ഫങ്ഷൻസ് ഓഫ് ഒ പി ഡി. ഒ പി ഡിയിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങള് എന്തൊക്കെയാണെന്ന്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ മെസ്സേജ് അയക്കാട്ടോ, അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. നെക്സ്റ്റ്, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. എന്തൊക്കെ പ്രതിരോധ ആരോഗ്യ പ്രവർത്തനങ്ങളാണ് ഒ പി ഡി സെക്ഷനിൽ നടത്തുന്നത്? എന്തൊക്കെ പ്രതിരോധ ആരോഗ്യ നടപടികൾ, പ്രവർത്തനങ്ങളാണെന്ന്. ആദ്യം ഫസ്റ്റ് വൺ, വെൽ ബേബി ക്ലിനിക്സ്. എന്താണ്? നല്ല ശിശു ക്ലിനിക്കുകൾ. ശിശു ക്ലിനിക്കുകളിൽ എന്തൊക്കെയായിരിക്കും നടത്തുന്നത്? കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ, ട്രീറ്റ്മെന്റ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. എന്താ അവര് സെൻട്രലൈസ് ഏത് തരം പേഷ്യൻസിനായിരിക്കും? കുട്ടികളെയായിരിക്കും. അതാണ് വെൽ ബേബി ക്ലിനിക്സ്. നെക്സ്റ്റ്, ANC. ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. എന്താന്ന് വെച്ചാൽ ഈ പ്രഗ്നന്റ് ലേഡീസിന് ആ പ്രഗ്നന്റ് ടൈമിൽ ലഭിക്കേണ്ട ട്രീറ്റ്മെന്റുകൾ, കെയറുകൾ, അവർക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ANC കെയർ. ANCയിൽ പെടുന്നത്, ANC എന്ന് പറഞ്ഞാല് ആന്റിനേറ്റൽ കെയർ. എഴുതേണ്ടത് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ആന്റിനേറ്റൽ കെയർ, പ്രഗ്നൻസി ടൈമില് ആ പ്രഗ്നന്റ് ലേഡിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റുകൾ, കെയറിങ്, അതൊക്കെയാണ്. എന്തൊക്കെ ഫുഡുകൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, എങ്ങനെയുള്ള ഫുഡുകളാണ് അവർ കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ. മാരേജ് കൗൺസിലിംഗ്. എന്താണ്? ഇപ്പൊ രണ്ടുപേര് കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. അതല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്കൊരു സെക്ഷൻ, ഒരു കൗൺസിലിംഗ് സെക്ഷൻ കൊടുക്കുക, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ലൈഫിനെ കുറിച്ച്. ഇപ്പൊ മിക്കയിടത്ത് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. പ്ലാനഡ് പാരന്റ്ഹുഡ് എക്സെട്ര. ANC മീൻസ് ആന്റിനേറ്റൽ കെയർ എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമില് ആ പ്രഗ്നന്റ് വുമണിൽ കിട്ടേണ്ട കെയർ, ട്രീറ്റ്മെന്റുകൾ, കെയറുകൾ. ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ, ANTENATAL, ആന്റിനേറ്റൽ കെയർ, CARE. പ്ലാനഡ് പാരന്റ്ഹുഡ് എക്സെട്ര. എന്താണ് പാരന്റ്ഹുഡ്? എങ്ങനെയായിരിക്കണം, എത്രാമത്തെ വയസ്സിൽ എങ്ങനെ, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള ഒരു കൗൺസിലിംഗ് സെക്ഷൻ. നെക്സ്റ്റ്, സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. എന്താണ്? സ്കൂളുമായി ബേസ് ചെയ്ത് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഹെൽത്ത് അവയർനെസ് ക്ലാസ്, ഹെൽത്ത് ക്ലിനിക്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ്? പകർച്ചവ്യാധികൾ ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന് ഇതൊക്കെ പ്രതിരോധ മാർഗങ്ങൾ, അതിന്റെ പ്രിവെൻഷൻസ് ആണ്, പ്രിവെന്റീവ് കെയറുകളാണ് അതിനെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ. ഏർലി ഡയഗ്നോസിസ് എന്ന് വെച്ചാല് നേരത്തെയുള്ള രോഗനിർണയം. ഒരു രോഗം വന്ന് ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ
ആ അസുഖം രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുക. അതാണ് ഏർലി diagnosis and detection of chronic diseases like cancer, TB, etc. ഈ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാല് സ്ഥിരമായതോ അല്ലെങ്കിൽ കുറച്ച് നാൾ, ഒരു 3 മാസത്തിൽ കൂടുതൽ ഒരു അസുഖം ഒരു പേഷ്യന്റിൽ നിലനിൽക്കുകയാണെങ്കിൽ ആ അസുഖത്തിന് നമ്മൾ എന്ത് പറയും? ക്രോണിക് ഡിസീസ് എന്ന് പറയും. ഒന്നുകിൽ സ്ഥിരമായതാവാം, അതല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ ഒരു കുറച്ച് നാള് ആ പേഷ്യന്റിൽ ആ രോഗം കണ്ടുവരികയാണെങ്കിൽ അതിനെ പറയുന്ന അസുഖമാണ് ക്രോണിക് ഡിസീസസ്. ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB, etc. ഇങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള ഡിറ്റക്ഷൻ, ഒഴിവാക്കൽ. ഇപ്പൊ എന്താണ് TB ഒക്കെ ഒരു ആൾക്ക് എന്താ ചെറുതിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ നാൾ ആ പേഷ്യന്റ് ഉണ്ടാവും. ചിലപ്പോ ആൾക്ക് അത് മാറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോകുന്ന പേഷ്യന്റിന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ TB പേഷ്യന്റ് ആണെങ്കിൽ അവർ എക്സ്റേ എടുക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? തമ്പക്കെട് ക്ലിയർ ആണെങ്കിൽ ഇതെല്ലാവരും മിണ്ടാതിരിക്കുന്നേ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നെക്സ്റ്റ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്. എന്ത് ചെയ്യാ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക ഒരു ആൾക്ക്, ഒരു പേഷ്യന്റിന്. എന്ത് ചെയ്യാ? ഹെൽത്ത് എഡ്യൂക്കേഷൻ. എങ്ങനെയൊക്കെ രീതിയില് നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാം, ഏതൊക്കെ ഇപ്പൊ വരുന്ന പുതിയ ഡിസീസിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരു നല്ല ഗുഡ് ഹെൽത്ത് ലഭിക്കാനായിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്. എന്താണ്? പോഷകാഹാരങ്ങൾ നമ്മുടെ ആഹാരത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രീഷ്യൻസ് ഉൾപ്പെടുത്തണം, അതെന്തിനൊക്കെയാണ് നമ്മൾ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അഡ്വൈസ്, ഉപദേശം. റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസ ചികിത്സ എന്ന് വെച്ചാല് ഫിസിയോതെറാപ്പി, ലാംഗ്വേജ് തെറാപ്പി, അങ്ങനെയുള്ളത്. കൗൺസിലിംഗ്, സൈക്കോളജി സെക്ഷൻ, അതൊക്കെ ഈ റീഹാബിലിറ്റേഷനിൽ വരുന്നതാണ്. അങ്ങനെയുള്ളത്. ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ്. എന്താണ്? വൈകല്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ. ഒരു രോഗിക്ക് എന്തെങ്കിലും ഹാൻഡിക്യാപ്പോ അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസില് വെൽ ബേബി ക്ലിനിക്, നല്ല ശിശുരോഗ ക്ലിനിക്കുകൾ, അവരുടെ ട്രീറ്റ്മെന്റിനും വാക്സിനേഷനും അവരുടെ ന്യൂട്രീഷൻസ് ഫുഡ് അതിനെ കുറിച്ചൊക്കെയുള്ള അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി. ANC മീൻസ് ആന്റിനേറ്റൽ കെയർ. പ്രഗ്നൻസി ടൈമില് പ്രഗ്നൻസിയിലേക്ക് ലഭിക്കേണ്ട ട്രീറ്റ്മെന്റുകൾ, കെയേഴ്സ്, അതിനെ കുറിച്ച്. മാരേജ് കൗൺസിലിംഗ്. എന്താണ്? മാരേജ് കൗൺസിലിംഗ് കൊടുക്കുക. പ്ലാനഡ് പാരന്റ്ഹുഡ്, എക്സെട്ര. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. എന്താണ്? സ്കൂൾ റിലേറ്റഡ് ഹെൽത്ത് ക്ലിനിക്കുകൾ, അവർക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ളത്. ഈ സാംക്രമിക ഈ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ട് എങ്ങനെ ഹൈജീനിക് ആയിരിക്കണം, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ളത്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എന്താണ്? ഏതെങ്കിലും ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയയിൽ ഏതെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികൾ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏതൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചുള്ളത്. ഏർലി ഡയഗ്നോസിസ്. നേരത്തെയുള്ള രോഗനിർണയം. ഇപ്പൊ ഒരു അസുഖം വന്ന് അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ. ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ക്യാൻസർ, TB. എന്താണ്? ക്രോണിക് ഡിസീസുകൾ. അത് എന്തൊക്കെയാണ്? ക്യാൻസർ, TB, അതൊക്കെ ക്രോണിക് ഡിസീസ് ആണ്. ക്യാൻസർ ഒക്കെ കുറച്ചു നാള് ഒരു കുറച്ചു നാൾ അത് ഉണ്ടാവുന്നത്, കീമോ ചെയ്ത്, റേഡിയോളജി, അങ്ങനെയുള്ള ഓരോ സെക്ഷൻ, റേഡിയേഷൻ ചെയ്ത്, അങ്ങനെയൊക്കെയല്ലേ അത് മാറ്റുന്നത്. കുറച്ചു നാൾ ആ പേഷ്യന്റിന് ആ രോഗം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കുക, ഡിറ്റക്ഷൻ ചെയ്യുക, ഇല്ലാതാക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്. എന്ത് ചെയ്യാ? പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസ്. എന്തൊക്കെ പോഷകാഹാരങ്ങൾ
ആളുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫുഡുകളെ അവോയ്ഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ന്യൂട്രീഷണൽ അഡ്വൈസ് കൊടുക്കുക. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസ സെക്ഷൻസ് എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി, ലാംഗ്വേജ് തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോളജി സെക്ഷൻ അങ്ങനെയുള്ളത്. പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്ഡ്, എന്താണ് വൈകല്യങ്ങൾ, എന്തെങ്കിലും ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് വരുന്നതോ അതിനെ കുറിച്ചുള്ള അതിനെ തടയൽ, ഇല്ലാതാക്കൽ. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് OPD. OPD രണ്ട് ടൈപ്സ് ആണുള്ളത്. 2 types of OPDs, OP service, outpatient service, രണ്ട് ടൈപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. സെൻട്രലൈസ്ഡ് നമ്മ ഈ ചിലോട്ട് പോകുമ്പോ പറയില്ലേ അവിടെ സെൻട്രലൈസ്ഡ് AC ആണെന്നൊക്കെ പറയില്ലേ, അതെന്താണ്? നടുക്ക് ഒരു പർട്ടിക്കുലർ ഒരു നടുക്കായിട്ട് ആ AC ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉപയോഗം അതിന്റെ ഇത് എല്ലാ ഏരിയയിൽക്കും കിട്ടും, സെൻട്രലൈസ്ഡ് AC. അതേപോലെ all services are provided in a concise area which includes all diagnostic and therapeutic facilities are being provided in same place. എന്താണ്? ഒരു പർട്ടിക്കുലർ ഏരിയയില് ഒരു കൺസീസ് ഒരു സംക്ഷിപ്തമായ ഒരു സ്ഥലത്ത് മാത്രം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുക, എല്ലാ സർവീസും. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ സർവീസ് ആണെങ്കിലും എന്തെങ്കിലും ലബോറട്ടറി തെറാപ്യൂട്ടിക് സർവീസ് ഫെസിലിറ്റീസും എല്ലാം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. അവർക്ക് അതിനു വേണ്ടി വേറെ വേറെ ഏരിയയിലേക്ക് പോവണ്ട. ഒരു സെൻട്രലൈസ്ഡ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഈ എല്ലാ ഡോക്ടേഴ്സിന്റെയും ഫെസിലിറ്റീസും കിട്ടും, സർവീസും ഒക്കെ ഒരു ഏരിയയിൽ മാത്രം. ഇപ്പൊ 2nd ഫ്ലോറിലാണ് ഡോക്ടേഴ്സ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും ആ ഏരിയയിൽ മാത്രം ഉണ്ടാവും. തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസും ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റും എല്ലാം ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമുക്ക് ലഭിക്കും. അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? എല്ലാ സർവീസും ഓരോ ഏരിയയിലേക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ എന്താണ്? ഇപ്പൊ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ പീഡിയാട്രിക് സെക്ഷനിലേക്ക് പോകണം. ഓർത്തോനെ പേരിൽ ഡോക്ടർ ആണെങ്കിൽ ഓർത്തോ സെക്ഷൻ. അതൊക്കെ എന്താണ്? വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകളും വേറെ സെക്ഷനും വേറെ ഫ്ലോറിലൊക്കെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ് വൺ ബേസ്ഡ് ഓൺ 2 types ഓഫ് പേഷ്യന്റ്. 2 ടൈപ്പ് ഔട്ട് പേഷ്യന്റ് ആണ് ഉള്ളത്. 3 ടൈപ്പ്, സോറി. ജനറൽ ഔട്ട് പേഷ്യന്റ്, ജനറൽ ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആ പേഷ്യന്റിന് എമർജൻസി സെക്ഷനിലൊന്നും കൊണ്ടുവന്ന പേഷ്യന്റ് അല്ല. സാധാരണ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ്. ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസീസ് ഹൂസ് റിപ്പോർട്ട് ഡയറക്ട്ലി ടു ഔട്ട് OPD. എന്താണ്? ആ പേഷ്യന്റ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ട്രീറ്റ്മെന്റിന് ചികിത്സയ്ക്ക് വന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി കെയർ കിട്ടേണ്ട ഒരു പേഷ്യന്റ് അല്ല. എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്താണ്? നെക്സ്റ്റ് രണ്ടാമത്തത് എ പേഷ്യന്റ് ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. എന്താണ്? ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ വെച്ചിട്ട് അവസ്ഥ വെച്ചിട്ട് ആ പേഷ്യന്റിന് എന്താണ്? എമർജൻസി ട്രീറ്റ്മെന്റ്, പെട്ടെന്നുള്ള ഒരു എമർജൻസി കെയർ കിട്ടേണ്ട, മെഡിക്കൽ കെയർ എമർജൻസി ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കൊണ്ടുവന്ന ഒരു പേഷ്യന്റ്, അതല്ല അറ്റാക്ക് വന്നിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ കുഴഞ്ഞു വീണിട്ട് കൊണ്ടുവന്ന പേഷ്യൻസ്, അവർക്കൊക്കെ എന്താണ്? ഒരു എമർജൻസി മെഡിക്കൽ കെയർ അല്ല അവർക്ക് കിട്ടേണ്ടത്. പെട്ടെന്ന് തന്നെ അവർക്ക് കെയർ കിട്ടണം. ഡോക്ടർ ചെക്ക് ചെയ്ത് അതിനുള്ള എന്താണ് അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണ്ടേ? അതാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. നെക്സ്റ്റ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എ പേഷ്യന്റ് റെഫേർഡ് ടു OPD ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. എന്താണ്? ആ പേഷ്യന്റ് ഇപ്പൊ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞിട്ട് ആ പേഷ്യന്റ് പറയണ എനിക്ക്
ഭയങ്കര തലവേദനയാണ്, എനിക്ക് ഭയങ്കര തലവേദനയാണ്, മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഫിസിഷ്യൻ എന്ത് ചെയ്യും? ചിലപ്പോ ആളെ ന്യൂറോനെങ്ങാനും റെഫർ ചെയ്യും ഇല്ലേ? എന്താണ് തലക്ക് പറയുമ്പോ ന്യൂറോനെ കാണിക്കാൻ പറയും. അതല്ല കൈവേദന പറഞ്ഞ എന്ത് പറയും? ഓർത്തോനെ കാണിക്കുന്ന പറയും. അങ്ങനെ ഈ ഫിസിഷ്യൻ എന്ത് ചെയ്യും? വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യാം, അയക്കാം, ഈ പേഷ്യന്റ് അയക്കാം. അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എന്താണ് ക്ലിയർ ആയത്? ഈ മൂന്നെണ്ണം ക്ലിയർ ആയോ? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്, ടൈപ്സ് ഓഫ് OPD ആൻഡ് ബേസ്ഡ് ഏതൊക്കെ ടൈപ്സ് പേഷ്യന്റ് ഉണ്ട്? നെക്സ്റ്റ് വൺ, മാനേജറിയൽ കൺസിഡറേഷൻ. എന്തൊക്കെ മാനേജറിയൽ കാര്യങ്ങളാണ്, എന്തൊക്കെ മാനേജർ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? നമ്മ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, പരിഗണിച്ചിട്ടുണ്ടാവണം? എന്താണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ പബ്ലിക് റിലേഷൻ ശ്രദ്ധിക്കണം. വാംത്ത് എന്താണ്? ഈ പേഷ്യന്റ് കടന്നു വരുമ്പോൾ അവർക്ക് ഒരു ഊഷ്മളമായ ഒരു നല്ല രീതിയിലുള്ള വെൽക്കമിങ് ഉണ്ടായിരിക്കണം. റെസ്പെക്ട്, എല്ലാ പേഷ്യൻസിനും അവിടെ വരുന്ന എല്ലാവർക്കും റെസ്പെക്ട് ചെയ്യണം. മിനിമം വെയിറ്റിംഗ് എന്താണ്? ഒരുപാട് നേരം കാത്തിരിക്കണേ, ഡോക്ടറെ കാണാനായിട്ട് ഒരുപാട് നേരം കാത്തിരിക്കുക, അല്ലെങ്കിൽ മെഡിസിൻസിന് വേണ്ടി അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഈ പേഷ്യന്റിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ലാണ്ട് മിനിമം വെയിറ്റിംഗ് സെക്ഷൻ ഉണ്ട്, വെയിറ്റിംഗ് ടൈം ആയിരിക്കാം. ക്ലീൻലിനെസ് എന്താണ്? നല്ല ഹൈജീനിക് ആയിരിക്കണം, ആശുപത്രി നല്ല ക്ലീൻ ആയിട്ട് വേണം സൂക്ഷിക്കാൻ. ഗുഡ് ആംബിയൻസ്, നല്ല അന്തരീക്ഷമായിരിക്കണം. എന്താണ്? ഭയങ്കര പൊടി, നിറച്ച് ചപ്പ് ചവറുകള്, ഭയങ്കര പൊടി, പിന്നെ അങ്ങനെയുള്ളത് എന്തെങ്കിലും സൗണ്ടുകൾ ഏത് നേരവും കേട്ടോണ്ടിരിക്കുക, അങ്ങനെ അതൊക്കെ പേഷ്യന്റിനും ബുദ്ധിമുട്ടാണ്, വരുന്നവർക്കും കൂടെ വരുന്നവർക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ? അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഗുഡ് ആംബിയൻസ് ആയിരിക്കാം. ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഇപ്പൊ വരുന്ന പേഷ്യന്റ് ഇപ്പൊ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന പേഷ്യന്റിന് എന്താണ്? ഫാസ്റ്റിങ്ങിലൊക്കെ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് അവര് പിന്നെ ഫുഡ് കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ടെസ്റ്റിംഗ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതല്ല, പേഷ്യന്റ് ആണെങ്കിൽ രാവിലെ വരണമെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കേണ്ടി വന്നാൽ അതിനൊക്കെ വേണ്ടിയിട്ട് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്. പിന്നെ നമ്മളാണെങ്കിലും കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വിശക്കൂലേ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ല. അപ്പൊ എല്ലാത്തിനും വേണ്ടി ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കുക. വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളത എന്ന് വെച്ചാൽ നമ്മുടെ രോഗികൾ വരുമ്പോ നല്ല രീതിയിൽ അവർ സ്വീകരിക്കുക ആ ഹോസ്പിറ്റൽ എൻട്രൻസിൽ. പിന്നെ പേഷ്യന്റ് ഹിയറിംഗ്, രോഗിയുടെ എന്താണ്? രോഗി ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ആ പബ്ലിക് റിലേഷനിൽ അല്ലെങ്കിൽ റിസപ്ഷൻ സെക്ഷനിൽ അവിടെ ഇരിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ കേട്ട് അതിനുള്ള മറുപടി കൊടുക്കുക അവർക്ക്. വെന്റിലേഷൻ എന്താണ്? നല്ല രീതിയിലുള്ള വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. OPD ടൈമിങ് OPD-യില് സമയം ഉണ്ടായിരിക്കണം. ഔട്ട് പേഷ്യന്റ് ഇപ്പൊ ഡോക്ടർ മിക്ക ഹോസ്പിറ്റലിൽ എന്തായിരിക്കും? രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഡോക്ടർ, അതല്ലെങ്കിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 മണി വരെയാണ് OP സെക്ഷനിലെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിങ് ടൈം അല്ലെ? അതിനുള്ള ഒരു OPD ടൈമിങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാനേജറിയൽ കൺസിഡറേഷൻ എന്തൊക്കെയാണ്? പബ്ലിക് റിലേഷൻ, ഗുഡ് പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കുക. വാംത്ത്, റെസ്പെക്ട്, മിനിമം വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. ക്ലീൻലിനെസ് ആയിരിക്കണം, ഹോസ്പിറ്റലില് നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിരിക്കുക. ഗുഡ് ആംബിയൻസ്, ക്യാനിങ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. പേഷ്യന്റ് ഹിയറിംഗ്, പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ, പേഷ്യന്റിന് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഈ റിസപ്ഷനിലായാലും പബ്ലിക് റിലേഷൻ സെക്ഷനിലായാലും നല്ല രീതിയിൽ അവർ കേട്ട് അവർക്കുള്ള മറുപടി കൊടുക്കുക. വെന്റിലേഷൻ ഉണ്ടായിരിക്കുക. വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കുക. OPD ടൈമിങ്. ക്ലിയർ ആയോ? അത് മാനേജറിയൽ കൺസിഡറേഷൻ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ, OPD പ്രോസസ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് OPD-യില്? ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD.
എങ്ങനെയാണ് ഒരു OPD-യിൽ വരുന്ന പേഷ്യന്റ് എൻട്രൻസ് ഹോസ്പിറ്റലിൽ കയറി അവർ എക്സിറ്റ് ചെയ്യുന്നത് വരെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് ഒരു ഫ്ലോ പാറ്റേൺ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ OPD പ്രോസസ്സ്, OPD-യിലെ കാര്യങ്ങൾ പ്രോസസ്സ് എന്തൊക്കെയാണ്. ആദ്യം എന്ത് ചെയ്യും, ഒരു പേഷ്യന്റ് OPD-യിലേക്ക് കയറും, അറൈവിംഗ് അറ്റ് OPD-യിലേക്ക് കയറുക. പിന്നെ ആദ്യം എന്ത് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഒരു പേഷ്യന്റ് വന്നിട്ട് OPD ചെന്നിട്ട് OPD-യിൽ കയറി കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ ചെയ്യുമല്ലോ. റിസപ്ഷനിൽ ചെന്നിട്ട് അവരെന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്ത് അവരെ ടോക്കൺ നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്തതിന് ശേഷം അവർ വെയിറ്റിംഗ് ഏരിയയിൽ പോയി ഡോക്ടർ കൺസൾട്ട് ചെയ്യും. ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയണ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ, ബ്ലഡ് യൂറിൻ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ സ്കാനിങ് ഉണ്ട് അങ്ങനെ ചെയ്യാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് അവരത് നോക്കിയതിന് ശേഷം ഏതെങ്കിലും പർട്ടിക്കുലർ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് റെഫർ ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ അവരതിൽ പോകും. നെക്സ്റ്റ് അതല്ല, കൺസൾട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും ഡോക്ടർ വന്ന് റിപ്പോർട്ട്സ് ഈ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് കാണിച്ച് ഡോക്ടർ എന്ത് ചെയ്യും, മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കില്ല. ഇന്ന മരുന്നുകളൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവർ എന്ത് ചെയ്യും, ഫാർമസിയിലേക്ക് പോകും. ഫാർമസി പോയി കഴിഞ്ഞിട്ട് ടോക്കൺ നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, മെഡിസിൻസ് കളക്ട് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യും, എക്സിറ്റ് ഡിപ്പാർച്ചർ. നോക്കിയേ, അറൈവിംഗ് OPD പ്രോസസ്സ്, അറൈവിംഗ് അറ്റ് OPD-യിലേക്ക് കയറും. എന്നിട്ട് എന്ത് ചെയ്യും, റിസപ്ഷനിൽ ചെന്ന് എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ. അടുത്തത് ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് വെയിറ്റിംഗ് ഏരിയയിൽ ചെന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ. അതാണ് എന്തെങ്കിലും ചെക്കപ്പ്, ഷുഗറോ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ യൂറിൻ ടെസ്റ്റ് ചെയ്യാനോ എക്സ്റേ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോകും. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും സ്പെഷ്യൽ റെഫറൽ സെക്ഷനിലേക്ക് പോകേണ്ടത് അങ്ങോട്ട് പോകും. അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നേരെ ഇങ്ങോട്ട് പോരും, കൺസൾട്ടേഷൻ. ഡോക്ടർ ഇതിലേക്ക് കൺസൾട്ടേഷന് വന്നതിന് ശേഷം ഇഷ്യൂൻസ് ഓഫ് മെഡിസിറ്റ് എന്ന് വെച്ചാൽ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ. ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യണേനാണ് പറയുന്നത്. ഇഷ്യൂൻസ് ഓഫ് മെഡിസിറ്റ്, അറൈവിംഗ് അറ്റ് ഫാർമസി. എന്നിട്ട് അതിനുശേഷം ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ഫാർമസിയിൽ ചെല്ലും. ഫാർമസിയിൽ ചെന്നിട്ട് ടോക്കൺ നമ്പർ എടുക്കും. ടോക്കൺ നമ്പർ എടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും, വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്ത് അവരെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ കളക്ഷൻ ഓഫ് മെഡിസിൻസ് കളക്ട് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും, മെഡിസിൻ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഹോസ്പിറ്റലിൽ നിൽക്കണോ വേണ്ടല്ലോ, അവർക്ക് പോവാലോ. ഡിപ്പാർച്ചർ, അവര് മെഡിസിൻ കളക്ട് ചെയ്തതിന് ശേഷം പോവും. ഓക്കെ ആണോ? അത് ക്ലിയർ ആണോ? അത് മാനേജ്മെന്റ് സ്ട്രക്ചർ എന്തായിരിക്കും OPD-യിലെ മാനേജ്മെന്റ് സ്ട്രക്ചർ എന്താണ്? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. എന്താണ് പേഷ്യന്റിന്റെ കാര്യങ്ങള്, പേഷ്യന്റിന്റെ നല്ല സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ലഭിക്കണം. എന്താണ് അവര് റിസപ്ഷനിൽ ചെന്ന് രജിസ്ട്രേഷൻ എടുക്കുന്നതും ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതും അതിനുശേഷം ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ഫാർമസിയിൽ മരുന്നുകൾ ലഭിക്കുന്നതൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട്. അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഒരുപാട് ടൈം ലാഗ് ചെയ്തിട്ടിരിക്കുന്ന ഒരു നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോ പറയാറില്ലേ, രാവിലെ പോയാൽ ഇനി വൈകുന്നേരം ആവും വീട്ടിലേക്ക് എത്തും, അത്രയും നേരം ഇനി അവിടെ ഡോക്ടറെ കാണാനിരിക്കണം എന്നൊക്കെ പറയാറില്ല ചിലര്. അത് തന്നെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയി ഈസി ആയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, OPD-യിലെ പ്രവർത്തനങ്ങൾ നടക്കണം. പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. എന്താണ് അവിടെ സഫീഷ്യന്റ് ആവശ്യമായ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഫാർമസിയിൽ കുറച്ച് മെഡിസിൻസ് എടുത്തു കൊടുക്കാൻ സ്റ്റാഫ് കുറവാണെങ്കിൽ എന്താവും, ഫാർമസിയിൽ നമുക്ക് മരുന്നുകൾ കിട്ടാൻ ലേറ്റ് ആവും, ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവാണ്. ഇപ്പൊ ഒരു ഫിസിഷ്യൻ ഉള്ളൂങ്കിൽ
ഇപ്പൊ വരുന്ന രോഗികൾ മൊത്തം ഈ ഒരു ഡോക്ടറിലെ കാണാനിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഒരുപാട് ടൈം നമ്മ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെയുള്ള ഒന്നുമില്ലാണ്ട് സ്റ്റാഫിന് എത്ര സ്റ്റാഫുകൾ വേണോ അത്രയും സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. പാർക്കിംഗ് ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കുക. മാനേജ്മെന്റ് സ്ട്രക്ചർ എന്തൊക്കെയാ പെടുന്നത്? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്യൂർ. Provision of sufficient number of staff, parking. Next, organizational components of OPD. എന്തൊക്കെ ഓർഗനൈസേഷണൽ കമ്പോണൻസ് ആണ് OPD യിൽ വേണ്ടത്? എന്താണ്? സ്റ്റാഫുകളായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ തരം സ്റ്റാഫുകളാണ് OPD യിൽ വേണ്ടതെന്ന്. ഏതൊക്കെ തരം? മെഡിക്കൽ സ്റ്റാഫ് എന്താണ്? സെൻട്രൽ ടു ഓർഗനൈസേഷൻ. ഒരു ആരായിരിക്കും? നമ്മുടെ ഡോക്ടേഴ്സ് ആയിരിക്കും ഇല്ലേ? OPD യിലെ ഒരു സെൻട്രൽ ആരായിരിക്കും? നമ്മുടെ ഡോക്ടേഴ്സ് ആയിരിക്കും. നഴ്സിംഗ് സ്റ്റാഫ് ഏതാണ്? നഴ്സസ് ആൻഡ് ANMs. ANMs എന്ന് പറഞ്ഞാല് ഓക്സിലറി നഴ്സിംഗ് മിഡ് വൈഫറി. എന്താ വെച്ചാല് ഈ നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാര് എന്ന് വെച്ചാൽ ഒരുപാട് പ്രാക്ടീസ് ഇല്ലാത്ത ഇപ്പൊ നഴ്സിംഗ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന നഴ്സുമാര്, അങ്ങനെയുള്ളവരൊക്കെയാണ് ANMs. നെക്സ്റ്റ്, സബ്സർവിയന്റ് സ്റ്റാഫ്. അതാരായിരിക്കും? ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫ് ഡോക്ടർ കഴിഞ്ഞ് പിന്നെ നഴ്സിംഗ് സ്റ്റാഫ് കഴിഞ്ഞിട്ട് ആരായിരിക്കും അടുത്തത്? സബ്സർവിയന്റ് സ്റ്റാഫായിട്ട് വന്നിട്ട് ലാബിലുള്ളവര്, അല്ലെങ്കിൽ സ്കാനിങ് റൂമിലുള്ളത്, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾ, ECG സെക്ഷനിലുള്ള സ്റ്റാഫുകൾ, അവരൊക്കെയാണ് സബ്സർവിയന്റ് സ്റ്റാഫുകൾ. പിന്നെ ആരാണ്? ക്ലറിക്കൽ സ്റ്റാഫ്. ഫയൽസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ബില്ലിംഗ് സെക്ഷനില് അങ്ങനെയുള്ളവർക്ക് എന്താണ്? ക്ലറിക്കൽ സ്റ്റാഫുകൾ. ANM മീൻസ് ഓക്സിലറി നഴ്സിംഗ് മിഡ് വൈഫറി. ഓക്സിലിയറി നഴ്സിംഗ് മിഡ് വൈഫറി എന്ന് വെച്ചാല് നഴ്സിനെ അസിസ്റ്റ് ചെയ്ത് കണ്ട് നഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെ സബോർഡിനേറ്റ് ചെയ്ത് ഒരു അസിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന നഴ്സുമാര്. ക്ലിയർ ആയോ? മെഡിക്കൽ സ്റ്റാഫ് ആരായിരിക്കും? ഡോക്ടേഴ്സ് ആയിരിക്കും. നഴ്സിംഗ് സ്റ്റാഫ് നഴ്സസും ANMs. സബ്സർവിയന്റ് ആരാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്, സ്കാനിങ് സെക്ഷൻ, ലബോറട്ടറിയില്, ECG സെക്ഷനിലൊക്കെ നിൽക്കുന്ന സ്റ്റാഫുകള്. ക്ലറിക്കൽ സ്റ്റാഫ് ഫയൽസ് റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കാനും രജിസ്ട്രേഷന്റെ അവിടെ ബില്ലിംഗ് സെക്ഷനിലൊക്കെ നിൽക്കുന്ന ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലിയർ ആയോ? അത് ANM auxiliary AUXI LLIARY auxiliary AUXI LLIARY auxiliary. Nursing 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 midwifery MIDWIFERY MIDWIFERY. അഭിലാഷ എവിടെയായിരുന്നു? ANM മീൻസ് ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫറി എന്ന് വെച്ചാല് നമ്മുടെ നേഴ്സിനെ, ഹെഡ് നേഴ്സിനെ അല്ലെങ്കിൽ നഴ്സുമാരെ അസിസ്റ്റ് ചെയ്ത് സബോർഡിനേറ്റ് നിൽക്കുന്ന നഴ്സുമാരുണ്ട്. ഇപ്പൊ ഒന്നില്ലെങ്കിൽ ട്രെയിനിങ്ങിന് വരുന്ന നഴ്സുമാര്, അതല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചിറങ്ങിയവര്, അങ്ങനെയുള്ള നഴ്സുമാര്, അതാണ് ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫറി ANM. നെക്സ്റ്റ് ലാസ്റ്റ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ എല്ലാ ഓഫീസിലും ക്ലറിക്കൽ സ്റ്റാഫ്, ക്ലറിക്കൽ ഏരിയ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഫയൽസ്, റെക്കോർഡ്സ് അതൊക്കെ ചെയ്യുന്ന സ്റ്റാഫുകളാണ് അല്ലെ? ഓഫീസ് സ്റ്റാഫുകളാണ്. അപ്പൊ ഹോസ്പിറ്റലിലോ ക്ലറിക്കൽ സ്റ്റാഫ് ആരായിരിക്കും? റിസപ്ഷനില്, രജിസ്ട്രേഷനില്, ബില്ലിംഗ് സെക്ഷനില് റെക്കോർഡുകൾ സൂക്ഷിക്കാൻ അവിടെയൊക്കെ നിൽക്കുന്ന സ്റ്റാഫുകളായിരിക്കും. ക്ലിയർ ആയോ? അത് ക്ലറിക്കൽ സ്റ്റാഫ് ക്ലിയർ ആയോ? ആരാ ചോദിച്ച? ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലംസ്
അറ്റ് OPD. OPD-യില് എന്തൊക്കെ തരം പ്രോബ്ലംസ് പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ? ജനറൽ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക OPD-യിൽ. ഒന്നാമത്തെ ആദ്യത്തേത് ജനറൽ പ്രോബ്ലം, ജനറൽ ആയിട്ട് എല്ലാ ഭാഗത്തും വരുന്ന ഒരു പ്രോബ്ലം. പിന്നെ എന്താണ് സ്പെസിഫിക് പ്രോബ്ലംസ്, ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ മാത്രം വരുന്ന പ്രോബ്ലംസ്. അപ്പൊ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ്, ജനറൽ പ്രോബ്ലംസ് ആൻഡ് സ്പെസിഫിക് പ്രോബ്ലംസ്. ഫസ്റ്റ് ജനറൽ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയായിരിക്കും? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. എന്താണ്? ഡോക്ടർമാരെ എണ്ണം ആവശ്യത്തിനില്ല, ഇൻസഫിഷ്യന്റ് ആണ്, ആവശ്യത്തിന് ഡോക്ടർമാരെ എണ്ണമില്ല. അപ്പൊ എന്ത് വെച്ചും ഒരു ഹോസ്പിറ്റലിൽ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു അല്ലേ, ആവശ്യത്തിന് ഡോക്ടർമാരില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഭയങ്കര ഇത് വരൂലേ, വെയിറ്റിംഗ്, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നോക്കിയേ, ഒരുപാട് നേരം ആളുകൾ ക്യൂവിൽ നിന്ന് ഒരുപാട് നേരം ഇത് വരില്ലേ? നോക്കിയേ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് there are a large number of patients waiting in front of the doctor's room. എന്ത് വരും? ഡോക്ടേഴ്സിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരുപാട് പേഷ്യൻസുകൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. A large number of patients, ഒരുപാട് കുറെ പേഷ്യൻസ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ടു സെർവ് ആസ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അറൈവ് ദി ക്ലിനിക്. എന്താണ്? ഡോക്ടറിന്റെ എണ്ണത്തിനേക്കാളും കൂടുതൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? ഒരുപാട് നേരം പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ്? നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ല. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രയോറിറ്റി ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ്. ദിസ് ക്രിയേറ്റ്സ് കൺജഷൻ ഇൻ ദ ക്ലിനിക് ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദി ഡേ. എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് ആദ്യം വന്ന അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർ വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എന്താണ്? ഇപ്പൊ ഒരു പേഷ്യന്റ് വന്ന് ആദ്യം രാവിലെ തന്നെ വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് വെയിറ്റ് ചെയ്യുമ്പോ അവർക്ക് ആദ്യം ഡോക്ടറെ കാണാൻ പറ്റും. ഇപ്പൊ എന്ത് പറ്റിപ്പോ ആ ഡോക്ടർ OP ടൈമിന് മുമ്പ് തന്നെ ആളുകൾ വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടർ റൂമിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യും? ക്യൂ ആയിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു കൺജഷൻ, ഒരു തിരക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഫസ്റ്റ് ബിഗിനിങ് ഡേയിൽ തന്നെ രാവിലെ ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഒരു തിരക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക, രണ്ടുപേർക്കും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക. ലോങ് വെയിറ്റിംഗ് ടൈം ആയിട്ട് മെഡിസിൻ റൂം. എന്താണ്? മെഡിസിൻ റൂമിന്റെ ഫാർമസിക്ക് മുമ്പിൽ ഒരുപാട് നേരം മരുന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരാം. ആഫ്റ്റർ പേഷ്യന്റ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ, patient are directed to medicine room to remit the fee and receive the medicines. എന്താണ്? മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തത് ഡോക്ടർമാര് രോഗിക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവര് ഫാർമസി ചെന്നിട്ട് മരുന്നുകൾ മേടിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? അവിടെ ഒരുപാട് നേരം ഈ ഫാർമസിയുടെ മുമ്പിൽ പേഷ്യന്റ് ഒരുപാട് നേരം മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരിക. അതാണ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. മെഡിസിൻ റൂമിന്റെ മുമ്പിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാം. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. എന്താണ്? ആശുപത്രിയിലെ സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ അത് കുറവായിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു സ്കാനിങ് ഏരിയ അവിടെ അത് ലഭ്യമല്ല. ആ സ്കാനിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം. അൾട്രാസൗണ്ട് സ്കാനിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്കാനിങ് എഴുതി തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അത് ഔട്ട്സൈഡിൽ പോയി സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ പേഷ്യന്റിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത പേഷ്യന്റിനൊക്കെ ഒരുപാട് ഹെൽത്തിന് ബുദ്ധിമുട്ടാക്കും. അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കുക. ഷോർട്ടേജ് ഫെസിലിറ്റീസ് ആയിരിക്കുക ഹോസ്പിറ്റലില്. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയറിൽ ഉള്ള സ്റ്റാഫുകൾക്ക് നല്ല ട്രെയിനിങ് ഇൻസഫിഷ്യന്റ് ആവശ്യത്തിനുള്ള ട്രെയിനിങ് കിട്ടാതിരിക്കുക. നെക്സ്റ്റ്, fragmentation of care, poor communication and inadequate understanding of their demands.
എന്താണ് പരിചരണത്തിന് രോഗീനെ കെയർ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളോ വിഘാതങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ ഡോക്ടർ റൂമിന്റെ കൺസൾട്ട് ചെയ്യാൻ നിൽക്കുമ്പോ അവര് അതിന് പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് എണീച്ച് പോയിട്ട് പിന്നെ അവർക്ക് ഡോക്ടറെ കാണാൻ സാധിക്കാതെ വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഇതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. പുവർ കമ്മ്യൂണിക്കേഷൻ എന്നെങ്കിൽ റിസപ്ഷനിലും നിൽക്കുന്ന സ്റ്റാഫും പേഷ്യന്റും തമ്മിൽ, അതല്ലെങ്കിൽ ഡോക്ടറും സ്റ്റാഫും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അതൊന്നും ക്ലാരിറ്റി ഇല്ലാതിരിക്കുക, ഈ പേഷ്യന്റിന് ആവശ്യമായ കാര്യങ്ങൾ കിട്ടാതിരിക്കുക. ആൻഡ് ഇൻഅഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ് എന്ന് വെച്ചാല് ഈ പേഷ്യന്റിന് എന്ത് കാര്യമാണോ അവിടെ നിന്ന് ലഭിക്കേണ്ടത് അത് ലഭിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ പേഷ്യന്റിന് എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും സ്കാനിങ്ങോ എന്തെങ്കിലും എക്സ്റേ ഒക്കെ ചെയ്യണമെങ്കിൽ അവര് പറയുന്നത് കേൾക്കാതെ ഡോക്ടർ വേണ്ട അതൊന്നും വേണ്ട ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ അവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുക, അവരെ ഡിമാൻഡിനൊത്ത് പെരുമാറാതിരിക്കുക. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന കെയർ, അവർക്ക് കിട്ടുന്ന പരിചരണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുക, വിഘാതങ്ങള്. An organization structure geared to traditional preference and needs of the providers. ഇപ്പൊ നീഡ്സ് ഓഫ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? OPD-യില് പേഷ്യന്റ് ആയിരിക്കും അല്ലെ? OPD-യിൽ വരുന്ന പേഷ്യന്റ് ആയിരിക്കും. അവരെ ആവശ്യത്തിനും അവരെ പ്രിഫറൻസിനും ഉള്ള ഒരു സ്ട്രക്ചേർഡ് ഒരു ഘടനാപരമായ ഒരു രീതി അല്ലാതിരിക്കും. ഇപ്പൊ പേഷ്യന്റ് വന്ന് റിസപ്ഷനിൽ വന്ന് രജിസ്ട്രേഷൻ ചെയ്ത് ഡോക്ടറെ അടുത്ത് പോവാം, അങ്ങനെയല്ലേ ശരിക്കും ഒരു OPD സെക്ഷനിൽ നടക്കാം. അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു അൺസ്ട്രക്ചേർഡ് ഫോം രീതിയിലായിരിക്കുക ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, എന്തെങ്കിലും മാറ്റങ്ങളോ ഇവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നത് അതൊന്നും സമ്മതിക്കാതിരിക്കുക. മാറ്റത്തിനുള്ള പ്രതിരോധം. ഒന്ന് നോക്കിയ ജനറൽ പ്രോബ്ലംസ്. ഡോക്ടർ നമ്പർ കുറവായിരിക്കുക, അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആയിരിക്കുക, ഒരു എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റിനേലും കൂടുതൽ കുറവ് പ്രയോറിറ്റി അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിന് കൊടുക്കാതിരിക്കുക. രണ്ടുപേരും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക. എന്താണ് മെഡിസിൻ വാങ്ങാനായിട്ട് ഒരുപാട് നേരം ഫാർമസിയുടെ മുമ്പിൽ കാത്തു നിൽക്കാതിരിക്കുക. ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കുറവായിരിക്കുക. പിന്നെ ആംബുലേറ്ററി കെയറിലുള്ള സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ ലഭിക്കാതിരിക്കുക. പിന്നെ വരുന്ന പേഷ്യന്റിനും മെഡിക്കൽ സ്റ്റാഫുകൾ അവരുടെ സ്റ്റാഫുകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പുവർ ആയിരിക്കുക. അവർക്ക് വേണ്ട നീഡ്സ് ഫെസിലിറ്റീസ് ഒന്നും ലഭിക്കാതിരിക്കുക. പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഈ പേഷ്യന്റിന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്ട്രക്ചേർഡ് ആയിരിക്കുക. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇനി സ്പെസിഫിക് പ്രോബ്ലം ഏതൊക്കെയാണ്? സ്പെസിഫിക് പ്രോബ്ലം എന്ന് ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദ ഓക്സിലറി ആർ ഡൺ hurriedly in order to keep pace with consultation of doctors. This creates inappropriate documentation. എന്താണ്? ഇപ്പൊ ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർമാര് എന്ത് ചെയ്യും? നമുക്ക് ഇപ്പൊ എന്താണ് നഴ്സിംഗ് നമ്മുടെ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമില് ഡോക്ടർ കൂടാണ്ട് ഡോക്ടർ അസിസ്റ്റ് ചെയ്ത ഒരു നേഴ്സ് കൂടി ഉണ്ടാവും. എല്ലാവരും കണ്ടിട്ടില്ലേ? ആ നേഴ്സ് ആയിരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഫയലില് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത് പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അവർ പറഞ്ഞു തരും. അപ്പൊ ആ ഓക്സിലറി സ്റ്റാഫ് നമുക്ക് ഡോക്ടർ ആ ഓക്സിലറി സ്റ്റാഫിനെ ഏർപ്പെടുത്തിയ ചുമതലകൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ നമുക്ക് സ്കാനിങ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ നേഴ്സ് നമ്മൾ പെട്ടെന്ന് ആ പേഷ്യന്റിനെ മാറ്റിങ്ങാട്ട് അടുത്ത പേഷ്യന്റിനെ കയറ്റാനായിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ഡോക്ടർ എന്തൊക്കെയാ നമ്മുടെ അസുഖത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും.
ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. അതെവിടെ വരുന്നതാ? ആ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ, ഓക്സിലറി സ്റ്റാഫിന്റെ നല്ല രീതിയിലുള്ള പെരുമാറ്റം അല്ലാതിരിക്കുക. ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യന്റ്. എന്താണ് ഓക്സിലറി സ്റ്റാഫ്? ഈ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് പേഷ്യന്റിനോട് നല്ല രീതിയിൽ പെരുമാറാതിരിക്കുക, എന്തെങ്കിലും ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ പറഞ്ഞേക്കുക, അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പേഷ്യന്റ് സ്റ്റാർട്ട്സ് അക്യുമുലേഷൻ even before office time starts, creating a long queue of patients even before the arrival of doctors. ഇത് നമ്മ ഫസ്റ്റ് പറഞ്ഞല്ലേ, inappropriate appointment system. അവിടെ പറഞ്ഞില്ലേ ജനറൽ പ്രോബ്ലത്തില് എന്താണ് ഇതിൽ പറയുന്നത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ആബ്സെൻസ്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാതിരിക്കുക. എന്ത് ചെയ്യും? പേഷ്യന്റ് എന്ത് ചെയ്യും? രാവിലെ തന്നെ ഓഫീസ് ടൈം തുടങ്ങണക്കാട്ടി മുമ്പ് എന്ത് ചെയ്യും? ആ ഓഫീസിന്റെ മുമ്പിൽ വന്ന് ഒരുപാട് നേരം ക്യൂ നിൽക്കുക. അപ്പൊ ഈ ഡോക്ടർ വരുമ്പോഴേക്കിനും അവിടെ എന്തായി? ഭയങ്കര ക്യൂ ആയിരിക്കും ഈ രജിസ്ട്രേഷന്റെ സെക്ഷൻ അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിൽ ഭയങ്കര ക്യൂ ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൺസൾട്ടേഷൻ or investigation. കൺസൾട്ടേഷൻ അതായത് നമ്മൾ ചികിത്സിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും ഒരു തടസ്സങ്ങളും ഇല്ലാതിരിക്കുക. ആ കൺസൾട്ടേഷനും ഇൻവെസ്റ്റിഗേഷനും നല്ല സ്മൂത്തായി നടക്കുക. ലാക്ക് ഓഫ് പ്രൈവസി. എന്താണ്? സ്വകാര്യതയുടെ അഭാവം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ എന്താണ് ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു ഭാഗത്തിരുന്നാണ് നമ്മുടെ ഡോക്ടറോട് എന്തെങ്കിലും നമ്മുടെ അസുഖത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും? ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അസുഖങ്ങളൊക്കെ മുഴുങ്ങിപ്പോവും ഇല്ലേ, പറയാതിരിക്കും. എന്താണ്? സ്വകാര്യത ഇല്ലാതെ. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. ഇല്ലീഗൽ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദി ഡോക്ടേഴ്സ്. എന്താണ്? നല്ല ഡോക്ടറുടെ കൈയക്ഷരം നല്ല നീറ്റ് ആയിരിക്കുക. എന്താണ്? വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കുക. പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗി അവരുടെ അസുഖത്തിന് വേണ്ടി ഒന്നിലധികം മരുന്നുകൾ കഴിക്കുന്നത്, അതിനെ പറയുന്നതാണ് പോളിഫാർമസി. അപ്പൊ അതിനെ കുറിച്ച് ആ രോഗിക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. ഈ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അതല്ലെങ്കിൽ റിസപ്ഷന്റെ മുമ്പിൽ അതല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിലുള്ള ക്യൂ ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാം. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. എന്താണ്? ഫാർമസിയിൽ ഈ രോഗികൾക്ക് ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്നുകളൊന്നും ഫാർമസിയിൽ ഇല്ലാതെ വരാം. യൂസ് ഓഫ് ട്രേഡ് നെയിംസ് ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടർ create confusion to patient when different named medicines of same genera is supplied to the patient. എന്താണ്? ഓരോ പർട്ടിക്കുലർ വിഭാഗത്തിലും ഓരോ സെക്ഷനിലും ഒരുപാട് ടൈപ്പ് മെഡിസിൻസ് ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് ഡോക്ടർമാര് ജസ്റ്റ് അതിന്റെ ട്രേഡ് നെയിം മാത്രം എഴുതി കൊടുക്കുക. മെഡിസിൻസ് ട്രേഡ് നെയിം, ഇന്ന ഡിസീസിന് അങ്ങനെയുള്ള മാത്രം അല്ലാണ്ട് ഡോക്ടർമാര് ഓരോ പെർട്ടിക്കുലർ മെഡിസിന്റെ പേര് എഴുതി അതിന്റെ ഡോസ് എഴുതി അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ ഡോക്ടർ അതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് അതിന്റെ ട്രേഡ് നെയിം, ഈ മെഡിസിന്റെ ജസ്റ്റ് ട്രേഡ് നെയിം മാത്രം എഴുതി കൊടുത്ത എന്ത് വരും? ഈ പേഷ്യന്റിന് കൺഫ്യൂഷൻ ആയി പോകും. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻസ്. എന്ത് ചെയ്യാ? രോഗിക്ക് പേഷ്യന്റിന് ഈ മരുന്നുകള് എപ്പോ കഴിക്കണം, എത്ര നാള് കഴിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ അഡ്വൈസ്, ശരിയായ ഒരു അഡ്വൈസ്, ഉപദേശം കൊടുക്കാതിരിക്കുക. സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദി ഫാർമസി. എന്താണ്? ഫാർമസിസ്റ്റ്. എന്താണ്? ഫാർമസിസ്റ്റ് ശരിയാ മരുന്നുകൾ തെറ്റി കൊടുക്കുക. ഇപ്പൊ എഴുതിയ മരുന്നിന് പകരം വേറെ മരുന്നോ അല്ലെങ്കിൽ ഡോസ് മാറ്റി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ് എന്തായാ ആവശ്യത്തിനില്ലാതിരിക്കുക. പിന്നെ എന്താ? ഉള്ള ടോയ്ലറ്റ്സ് ക്ലീൻ അല്ലാതിരിക്കുക, നീറ്റ് അല്ലാതിരിക്കുക. അത്രയാണ് സ്പെസിഫിക് ഏരിയയിൽ സ്പെസിഫിക് പ്രോബ്ലം. നോക്കിയേ ഇന്നെടുത്ത ഭാഗങ്ങള്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. മാം ഇപ്പൊ എടുത്ത ടോപ്പിക് ഒന്നും കൂടി പറയോ? സ്പെസിഫിക് പ്രോബ്ലംസ്. ഓക്കെ, സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം, നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഈ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടർ അസിസ്റ്റ് ചെയ്തൊരു വേറൊരു നേഴ്സും കൂടി ഉണ്ടാവില്ലേ, അസിസ്റ്റന്റ് സ്റ്റാഫായിട്ട്, ഓക്സിലറി സ്റ്റാഫായിട്ട് ഇല്ലേ? അവര് പെട്ടെന്ന് ജോലികള് ഡ്യൂട്ടീസ് ചെയ്ത് തീർക്കാൻ വേണ്ടി ധൃതി പിടിക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരാതിരിക്കുക. നമ്മൾക്ക് നമ്മുടെ അസുഖത്തെ കുറിച്ച് ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി തന്നിരിക്കുന്നത്, സ്കാനിങ് എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതി തന്നിട്ടുണ്ട്, അതൊന്നും പറഞ്ഞു തരാതെ അടുത്ത പേഷ്യന്റിനെ കയറ്റാനായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവര് ധൃതി പിടിച്ച് നമുക്ക് കറക്റ്റ് ഡോക്യുമെന്റേഷൻ തരാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദി പേഷ്യന്റ്. എന്താണ് ഈ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് പേഷ്യന്റിന് ആയിട്ട് മിസ്ബിഹേവ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അവരോട് ചൂടാവുക, അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യുക, നല്ല രീതിയിൽ പെരുമാറാതിരിക്കുക. ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പേഷ്യന്റ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്. എന്താണ് നല്ല രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഡോക്ടർ വരുന്നതിന് മുമ്പ് രജിസ്ട്രേഷനിലോ അല്ലെങ്കിൽ റിസപ്ഷൻ സെക്ഷനിലോ അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിൽ എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ ഒരു നിര തന്നെ ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നമ്മളോട് എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു തടസ്സങ്ങളും ഇല്ലാതിരിക്കുക. ലാക്ക് ഓഫ് പ്രൈവസി, സ്വകാര്യത. ഇപ്പൊ ഡോക്ടർ റൂം ഇങ്ങനെ ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ എല്ലാ പേഷ്യൻസും കൂടി ഇരിക്കുമ്പോ ഡോക്ടർ റൂം ഇങ്ങനെ തുറന്നിരിക്കണേ നമുക്ക് നമ്മളെ അസുഖങ്ങള് ശരിക്കും ഡോക്ടറെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ല, അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു സ്വകാര്യത ഉണ്ടായിരിക്കുക. ഇല്ലീഗൽ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദി ഡോക്ടേഴ്സ്. ഡോക്ടർ നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റ് വ്യക്തമായി മെഡിസിൻസ് എഴുതുക. പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് അവരുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിലധികം മരുന്നുകൾ കഴിക്കണം. അപ്പൊ അതിനായിട്ട് നല്ല ഒരു ക്ലിയർ ഇൻഫർമേഷൻ അവർ കൊടുക്കാൻ ആ മരുന്നുകൾ കഴിക്കേണ്ടതിനെ കുറിച്ച്. നെക്സ്റ്റ്, ക്യൂ ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻ. ഇപ്പൊ റിസപ്ഷന് മുമ്പിലും ഡോക്ടർ കൺസൾട്ടേഷന്റെ റൂമിലും വരുന്ന ക്യൂകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. ഫാർമസിന്ന് എഴുതി തരുന്ന മരുന്നുകള് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്നുകള് ഫാർമസിയിൽ കിട്ടാതിരിക്കുക. എപ്പോഴും എല്ലായ്പ്പോഴും, ചിലപ്പോഴല്ല, നോട്ട് ഓൾവേസ്, എല്ലായ്പ്പോഴും കിട്ടാതിരിക്കുക. യൂസ് ഓഫ് ട്രേഡ് നെയിംസ് ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ടു പേഷ്യന്റ് വെൻ ഡിഫറെന്റ് നെയിംസ് മെഡിസിൻസ് ഓഫ് സെയിം. എന്നാൽ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ തന്നെ ഒരു അസുഖത്തിന് തന്നെ പല മരുന്നുകൾ ഉണ്ടാവും. അപ്പൊ ഡോക്ടർ അത് സ്പെസിഫൈ ചെയ്ത് ഇപ്പൊ മരുന്നിന്റെ പേര് തിരിച്ചെഴുതി തരാണ്ട് ട്രേഡ് നെയിം കൊടുത്തെഴുതുക. അപ്പൊ എന്ത് ചെയ്യും, ആ പേഷ്യന്റിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻസ്. എന്താണ് ആ പേഷ്യന്റിന് മെഡിസിൻസ് എത്ര നാൾ ഉപയോഗിക്കണം, എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ശരിക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. ഒരു അൺക്ലിയർഡ് ഇൻഫർമേഷൻ കൊടുക്കുക. സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റ് മരുന്ന് മാറിക്കൊടുക്കുക പേഷ്യന്റിന്. അവരെഴുതിയ മരുന്നല്ലാണ്ട് വേറെ മരുന്ന് കൊടുക്കുക. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീനഡ് ടോയ്ലറ്റ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുക. ഉള്ള ടോയ്ലറ്റ് ആണെങ്കിൽ നല്ല വൃത്തിയില്ലാത്തത്, ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ് ആയിരിക്കുക. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി മാം. ഓ, എന്തൊക്കെയാ പറഞ്ഞേ? പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എത്ര ടൈപ്സ് ഓഫ് OPD ആണുള്ളത്? ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് പേഷ്യന്റ്, ഏതൊക്കെ ഔട്ട് പേഷ്യന്റ്, ഏതൊക്കെ ഇതിലാണ് ഔട്ട് പേഷ്യന്റിനെ തിരിക്കുന്നത്. പിന്നെ മാനേജറിയൽ കൺസിഡറേഷൻ എന്തൊക്കെയാണ്? OPD പ്രോസസ്സ്, ഒരാള് OPD പ്രവേശിക്കുന്നത് മുതൽ
അയാൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്ന വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേഷ്യന്റ് ചെയ്യുന്നതെന്ന്. നെക്സ്റ്റ് മാനേജ്മെന്റ് സ്ട്രക്ചർ, പിന്നെ ഓർഗനൈസേഷൻ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ, ഏതൊക്കെ സെക്ഷൻ ആണ് നമ്മുടെ OPD പ്രവർത്തിക്കുന്നത്, ആരൊക്കെ ഉണ്ട് അതില്, പിന്നെ പ്രോബ്ലംസ് ഓഫ് OPD, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ജനറൽ പ്രോബ്ലം ഉണ്ട്, സ്പെസിഫിക് പ്രോബ്ലം ഉണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആണോ ഇത്രയും ഭാഗം എല്ലാവർക്കും? ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, Miss.